ഒരാള് വ്യത്യസ്ത രീതിയിൽ വായിക്കപ്പെടുക എന്നുള്ളതാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ബഹുമതി. BRP സാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പാർവതി ചേച്ചി പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം. കാരണം എൻ്റെ ഒരു കൊളീഗ്, എന്നേക്കാൾ നന്നായിട്ട് BRP സാറിനെ അറിയാവുന്ന ഒരു കൊളീഗ് മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് ക്വൈറ്റ് കോയിൻസിഡൻസ് ആണ്. കാരണം ഞങ്ങളെല്ലാവരും രാവിലെ ഇലക്ഷൻ വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ വാർത്തകളിലെ തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത എക്സിറ്റ് പോൾസ് പറയാത്ത തരത്തിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നതിനുള്ള സ്വാഭാവികമായി ഒരു ജേർണലിസ്റ്റിൻ്റെ അതിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇരിക്കുമ്പോഴാണ് BRPയുടെ മരണവാർത്ത അറിയുന്നത്. അത് കഴിഞ്ഞ് ചാനൽസൊക്കെ സ്ക്രോൾ ചെയ്ത് തുടങ്ങി. അവർക്ക് പോലും അതിനുള്ള സമയമില്ലാതിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന ഒരാളോട് BRP തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 4-ാം തീയതിക്ക് ശേഷം അഥവാ 4-ാം തീയതി ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കിയത് ഒരുപക്ഷെ പുതിയ ഇന്ത്യയെ കാണാനുള്ള ശേഷി എനിക്കില്ല, അതുകൊണ്ട് ഞാൻ ഉണ്ടാകില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ ഏറ്റവും രസകരമായ വസ്തുത, അതിനൊരു 2 ദിവസം മുന്നേ വളരെ അടുപ്പമുള്ള കുറച്ച് ജേർണലിസ്റ്റ് സുഹൃത്തുക്കളോട് BRP അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നെഹ്റുവിൻ്റെ ഒരു വളരെ പ്രസിദ്ധമായ വാചകം കേട്ടിട്ടുണ്ടല്ലോ, ഡോണ്ട് സ്പെയർ മീ എന്ന്. അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റിനോട് പറഞ്ഞു, എന്നെ ഒഴിവാക്കരുത് എന്ന്. BRP അതേപടി തന്നെ ഞങ്ങൾ പലരെയും വിളിച്ചിട്ട് 4-ാം തീയതി നിങ്ങൾ ഇലക്ഷൻ റിസൾട്ട് ചർച്ച ചെയ്യുമ്പോൾ, അതിനെ അവലോകനം ചെയ്യുമ്പോൾ എന്നോട് സംസാരിക്കാതിരിക്കരുത് എന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാർത്തകളുടെ ലോകത്ത് മാത്രമല്ല, മനുഷ്യാവകാശത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മാറുന്ന കാലഘട്ടത്തിൻ്റെ കാര്യത്തിലും അത്രയും നന്നായി ചിന്തിച്ച് ജീവിച്ച, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ MN വിജയൻ മാഷെ പോലെ പത്രസമ്മേളനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ APJ അബ്ദുൽ കലാമിനെ പോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാൻ പറ്റിയ, അങ്ങനെ വാർത്തകളുടെ ലോകത്ത് തന്നെ ജീവിച്ച് വാർത്തകൾക്കിടയിലിരുന്ന് മരിക്കാൻ പറ്റിയ അപൂർവ സൗഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യൻ. ഞാൻ പലപ്പോഴും പല മനുഷ്യരെയും ജീവിതത്തിൽ കാണണമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ ഒന്നുകൂടെ കാണേണ്ട സമയമായല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സുഹൃതമായ മടി കൊണ്ട് തന്നെ അതിങ്ങനെ നീണ്ടു പോകാറുണ്ട്. പക്ഷേ BRPയുടെ കാര്യത്തിൽ എന്തുകൊണ്ടോ നമ്മുടെ ഓരോരോ ഭാഗ്യം കൊണ്ടായിരിക്കണം, ഇലക്ഷൻ്റെ ക്യാമ്പയിനിങ് അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടെ പേയാട് അദ്ദേഹം താമസിക്കുന്ന ജിറിയാട്രിക് സെൻറ്ററിൽ പോയിട്ട് അദ്ദേഹത്തിനെ കണ്ട് കുറേയേറെ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇൻഫാക്ട് ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ MGR വരുന്നുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിലെ അനൂപ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ BRPയിൽ നിന്ന് എനിക്ക് അറിയേണ്ടിയിരുന്നത്, കാരണം അതിന് മുന്നേ സംസാരിച്ച് BRPയോട് ഞാൻ സംസാരിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് ആയിട്ടാണ്. എന്നാൽ ഈ ലാസ്റ്റിൽ കണ്ടപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിലേറെയെങ്കിലും ഞങ്ങളിരുന്ന് പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ടാകും. അപ്പോൾ BRPയുടെ ജീവിതമാണ്. BRPയുടെ ജീവിതത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ജൂൺ 4 അദ്ദേഹം മരിക്കുന്നത് വലിയൊരു കോയിൻസിഡൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കൂടെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജേർണലിസം കരിയർ തുടങ്ങുന്നത് 1952 ജാനുവരിയിലാണ്. 1951-52 പീരീഡിലാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്. ആദ്യത്തെ ലോക്സഭാ ഇലക്ഷനിൽ തുടങ്ങുന്ന ഒരു മനുഷ്യൻ ഏറ്റവും അവസാനത്തെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, 18 വർഷത്തിന് ശേഷം ഐ റിയലൈസ് ദാറ്റ് ദെർ ഈസ് സംതിങ്, ഒരു ഗ്രോസ് ആയിട്ടുള്ള ഒരു സെറ്റ് ബാക്ക് ഉണ്ട്, ഡ്രോ ബാക്ക് ഉണ്ട് എൻ്റെ കരിയറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, 18 വർഷത്തിന് ശേഷം അതും ഹിന്ദു മാതിരി ഒരു പത്രത്തിൽ, വളരെ പ്രശ്നമായ പത്രത്തിൽ വർക്ക് ചെയ്തിട്ട് എന്ത് ഡ്രോ ബാക്കാണ് കണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് നെവർ ഡൺ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്. അപ്പം നിങ്ങളോടൊക്കെ എനിക്ക് ആ സമയത്ത്, ഒരുപക്ഷെ അന്നായിരുന്നു നിങ്ങളെ കണ്ടതെങ്കിൽ എനിക്ക് നിങ്ങളോട് വലിയ അസൂയ തോന്നുമായിരുന്നു. ഞാൻ ചോദിച്ചു, ഗ്രൗണ്ട് റിപ്പോർട്ടിങ് അത്ര വലിയ സംഭവമാണ്? അപ്പോൾ പറഞ്ഞു, ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് ആണ്. ഒരുപക്ഷെ രാജഗോപാൽ സാർ പറയുന്നത് പോലെ പത്രത്തിൽ, അല്ലെങ്കിൽ എസെൻഷ്യലി നിങ്ങൾ ജേർണലിസമാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ അസോസിയേറ്റ് എഡിറ്ററോ ചീഫ് എഡിറ്ററോ, അല്ലെങ്കിൽ നിങ്ങൾ ചീഫ് റിപ്പോർട്ടറോ, അല്ലെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ കറസ്പോണ്ടോ എന്തോ ആകാം. പക്ഷേ പത്രത്തിൽ എസെൻഷ്യലി 2 വിഭാഗമേ ഉള്ളൂ. അത് ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളും മറ്റൊന്ന് സബ് എഡിറ്റ് ചെയ്യുന്ന ആളുമാണ്. എഡിറ്റ് ചെയ്യുന്ന ആൾ സബ് എഡിറ്ററുമാണ്. എനിക്ക് ഒരിക്കലും ഒരു റിപ്പോർട്ടർ ആകാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഒരിക്കലും ഗ്രൗണ്ടിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇൻഫാക്ട് UNAയിൽ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് കുൽദീപ് നയ്യാറിൻ്റെ ഓഫർ തന്നെ ഒരു സ്പെഷ്യൽ ഇലക്ഷൻ ഡെസ്ക് തയ്യാറാക്കുന്നുണ്ട്, അതിനെ ഒന്ന് ഹെഡ് ചെയ്യണമെന്നായിരുന്നു. പക്ഷേ BRP വാശി പിടിച്ചിട്ട് BRP പറഞ്ഞു, അല്ല എനിക്ക് ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് പോകണം, അതിന് എവിടെയാണ് അവസരം കിട്ടുക എന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് പുള്ളിയോട് പറഞ്ഞു, 2 സ്ഥലത്ത് പോകാം, ഒന്നുകിൽ ഗുജറാത്ത് അല്ലെങ്കിൽ ബീഹാർ. അപ്പോൾ BRP പറഞ്ഞു, ഞാൻ ഈ 2 സ്ഥലവും കണ്ടിട്ടില്ല, അതുകൊണ്ട് 2ഇടത്താണെങ്കിലും എനിക്കൊരുപോലെയാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്, പുതിയ മനുഷ്യരെ കാണാനുള്ള, പുതിയ അനുഭവങ്ങൾ നേടാനുള്ള ഒരു അവസരമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയും. അങ്ങനെയാണ് അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോകുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടറായുള്ള കരിയർ നീണ്ടു പോകുന്നുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ 2 മാസമല്ല, ഒരു 4 ആഴ്ച കഴിഞ്ഞാൽ എമർജൻസിയുടെ ആനിവേഴ്സറി വരികയാണ്. എമർജൻസി സമയത്ത് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു ജേർണലിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുക എന്നുള്ളത് വളരെ ഒരേ സമയം വിചിത്രവും വളരെ എക്സൈറ്റിങ്ങുമായ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇന്ത്യ മുഴുവൻ എമർജൻസി എങ്ങനെ ഫേസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ എമർജൻസിയുടെ സമയത്ത് എന്ത് അനുഭവിച്ചോ അതല്ല ഒരുപക്ഷെ ജമ്മു കാശ്മീർ ആ സമയത്ത് അനുഭവിച്ചത്. കാരണം അതിനെ കുറച്ച് നാൾ മുന്നേ തന്നെ ഇന്ദിരാഗാന്ധി ഷെയ്ഖ് അബ്ദുള്ളയെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു.
JNK ഉണ്ടായിരുന്ന എമർജൻസി സിനാറിയോ. ഇൻഫാക്ട് BRP പറയുന്നത് നമുക്ക് വളരെ രസകരമായി തോന്നാം, പക്ഷേ എമർജൻസിയിൽ ഇന്ത്യ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടിരുന്നപ്പോൾ JNK ആയിരുന്നു അതുവരെ ഉണ്ടായിരുന്ന എമർജൻസിയിൽ നിന്ന് ഒന്ന് പുറത്ത് കടന്നത്. കാരണം അവരെ സംബന്ധിച്ച് ദിവർ ഡൗൺ റോഡിന് ഏറ്റവും താഴെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു സമയമാണ്. സെൻസർഷിപ്പ് തന്നെ അവിടെ ലോക്കലായിട്ടാണ് ചെയ്യുന്നത്, ഇന്ദിരാഗാന്ധി ചെയ്യുന്നത് പോലെയല്ല. ഇൻഫാക്ട് വാർത്തകൾ പോലും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള വാർത്തകളല്ല കൂടുതൽ സെൻസർ ചെയ്യപ്പെടുന്നത്, അവിടുത്തെ ലോക്കൽ ഭരണകൂടത്തിനെതിരെയുള്ള വാർത്തകളാണ് സെൻസർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ JNK ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് പിക്ചർ കൊടുത്തിരുന്ന ഒരു സമയത്ത് JNKയിൽ വർക്ക് ചെയ്ത ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കുന്നത് വളരെ രസകരമായിരുന്നു. ഞങ്ങളുടെ സംഭാഷണത്തിൽ ഞാൻ രജഗോപാൽ സാറ് BRP ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എന്താണ് എന്ന് വളരെ ദീർഘമായി പറഞ്ഞതുകൊണ്ടും നിങ്ങൾ പലർക്കും നന്നായി അറിയാവുന്നതുകൊണ്ടും ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ മാത്രം നിന്ന് പറയുകയാണ്. എങ്ങനെയാണ് മലയാളത്തിലോ ഇന്ത്യയിലോ പൊതുവേ നമ്മുടെ പത്രപ്രവർത്തനത്തിൽ ഈ ഒബിച്വറി ജേർണലിസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒബിച്വറി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരാളെ പ്രൈസ് ചെയ്യുന്ന കാര്യം മാത്രമായി. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ ആര് മരിച്ചാലും പിറ്റേ ദിവസം നമ്മുടെ പത്രത്തിൽ കാണുന്നത് ഏറ്റവും മഹാനായ മനുഷ്യൻ മരിച്ചു എന്നാണ്. മഹാനായ മനുഷ്യൻ ആരുമാകാം. നിങ്ങൾ നാളെ വീരപ്പൻ്റെ ഒബിറ്റാകാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രീലങ്കയിലെ പ്രഭാകരൻ്റെ ഒബിറ്റായിരിക്കും. പക്ഷെ പിറ്റേ ദിവസത്തെ മനോരമയോ മാതൃഭൂമിയോ ഞാൻ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്പ്രസ്സോ ഹിന്ദുവോ ടെലഗ്രാഫോ ഏത് വായിച്ചാലും നമുക്ക് തോന്നുക ഇത്രയും മഹാനായൊരു മനുഷ്യൻ ഭൂമിയിൽ ഇതേവരെ ജീവിച്ചിരുന്നിട്ടേ ഇല്ല എന്നാണ്. പക്ഷെ അതിനൊരു മാറ്റം വരുത്തുന്നത് നമ്മൾ വെസ്റ്റേൺ ജേർണലിസത്തിലെ ചില കാര്യങ്ങളെങ്കിലും റിയലൈസ് ചെയ്ത സമയത്താണ്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് വീരപ്പൻ മരിച്ച സമയത്ത് ഇക്കണോമിക്സ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ബുക്ക് ഓഫ് ഒബിച്വറീസ് എന്നൊരു ബുക്കുണ്ട്. അത് ഒബിച്വറീസിനെ കുറിച്ച് മാത്രമാണ്. അതിൽ വീരപ്പൻ്റെ ഒബിച്വറി വന്നു, ഒട്ടും തന്നെ പ്രൈസ് ചെയ്യാതെ. എന്നാൽ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പിക്ചർ? റിയലിസ്റ്റിക് ആയ ഒരു പിക്ചറിൽ വീരപ്പനെ ആരാധിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നമുക്കവരെ കുറ്റം പറയാനാകില്ല, കാരണം ശരിക്കും വീരപ്പൻ ആരാധന അർഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന, വളരെ ജെന്യൂനായി വിശ്വസിക്കുന്ന കുറേ മനുഷ്യരാണ് അവർ. ഇത് പിന്നെ TJS അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒബിച്വറികളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. എങ്ങനെയാണ് മരണത്തിന് ശേഷം ഒരാളെ മാർക്ക് ചെയ്യേണ്ടത്? മരണത്തിന് ശേഷം മാർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ, അതോ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു റിയലിസ്റ്റിക് പിക്ചറാണോ? ഇപ്പോൾ BRP എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഒരാളെ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ചരിത്രത്തിൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ചില അടയാളങ്ങളുണ്ട്. അത് ജേർണലിസ്റ്റിനെ സംബന്ധിച്ച് അയാളുടെ എഴുത്തായിരിക്കാം, ഒരു ചലച്ചിത്രകാരനെ സംബന്ധിച്ച് അയാളുടെ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രസംഗകനെ സംബന്ധിച്ച് അയാൾ പറഞ്ഞുപോയ വാക്കുകളായിരിക്കാം, കവിയെ സംബന്ധിച്ച് കവിതയായിരിക്കാം. ഏറ്റവും ഓർഡിനറി ആയൊരു മനുഷ്യന് അയാൾക്ക് ചുറ്റുമുള്ള സർക്കിളിൽ, അയാൾക്ക് ചുറ്റുമുള്ള ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ കൊളീഗ്സിൻ്റെയോ ഒക്കെ സർക്കിളിൽ അദ്ദേഹം അവശേഷിപ്പിച്ചു പോയ ചെറിയ ചെറിയ ചില റിമാർക്കുകളോ ചില ബിഹേവിയറൽ പാറ്റേൺസോ ഒക്കെ ആയിരിക്കാം ആ മനുഷ്യനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്. BRPയെ ഞാൻ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, എല്ലായ്പ്പോഴും ഒരു 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 കോസിന് വേണ്ടി നിന്ന ഒരാൾ എന്നാണ് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ജേർണലിസത്തേക്കാൾ കൂടുതൽ കേരള ചരിത്രം അല്ലെങ്കിൽ കേരള സമൂഹം BRP അടയാളപ്പെടുത്തേണ്ടത് കേരളത്തിലെ ചർച്ച ചെയ്യപ്പെടാത്ത പല സമരങ്ങളുടെയും മുന്നിൽ നിന്ന മനുഷ്യരെന്ന നിലയ്ക്കാണ്. ഒരു 2 പതിറ്റാണ്ട് മുൻപ് BRP അദ്ദേഹത്തിൻ്റെ ആക്റ്റീവായുള്ള ജേർണലിസം കരിയർ അവസാനിപ്പിച്ച് തിരിച്ചു വന്നപ്പോഴാണ്, നേരത്തെ പാർവതി ചേച്ചിയൊക്കെ പറഞ്ഞ പോലെ ജെൻഡർ പൊളിറ്റിക്സ് എന്നൊരു സംഭവം കേരളം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ, ട്രാൻസ്ജെൻഡറുകൾ എന്ന ഒരു വിഭാഗം സമൂഹത്തിൻ്റെ മെയിൻ സ്ട്രീമിൽ വരുന്നതിന് മുന്നേ ട്രാൻസ്ജെൻഡർ ഇഷ്യൂസ് എന്താണെന്ന് പറയാൻ ഒരുപക്ഷെ DHRM മാതിരി ഒരു ഓർഗനൈസേഷൻ ദളിത് ഇഷ്യൂസ് ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ദളിത് ഇഷ്യൂസ് എന്താണെന്ന് പറയാൻ ഏറ്റവും സിമ്പിളായി ഒരുപക്ഷെ നമുക്ക് എല്ലാവരുടെയും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു സമരം 2003 മുത്തങ്ങ സമരം തുടങ്ങി ഏതാണ്ട് ഒരു 6-7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സമരത്തെ എനിക്ക് തോന്നുന്നു CPM ഒഫീഷ്യലി എൻഡോഴ്സ് ചെയ്യുന്നത്, CPM ഒഫീഷ്യലി ഏറ്റെടുക്കുന്നത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞ, അടുത്തിടയ്ക്ക് മറ്റൊരു ആക്ടിവിസ്റ്റിനോട് സംസാരിച്ചു പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു 6-7 ദിവസം ഈ പന്തലിൽ കുറച്ച് ട്രൈബൽ ആക്ടിവിസ്റ്റുകൾ നമ്മുടെ CK ജാനുവിൻ്റെ നേതൃത്വത്തിൽ അവരൊഴിച്ചാൽ ഉണ്ടായിരുന്നത് 2-3 പേരിലായിരുന്നു. ഈ 2-3 പേരിൽ എല്ലാ ദിവസവും രാവിലെ എത്തുകയും വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകുകയും ചെയ്തിരുന്ന ഒരേ ഒരാൾ അല്ലെങ്കിൽ അപൂർവം ഒരാൾ BRP ആയിരുന്നു. ഈ 6 ദിവസവും ഇത് ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഈ സമരം ഞാൻ കൂടെ നിൽക്കേണ്ട സമരമാണെന്ന്. അങ്ങനെ കൂടെ നിൽക്കേണ്ട ഒരു സമരത്തിന് കൂടെ നിന്ന ഒരു മനുഷ്യൻ. നേരത്തെ പറഞ്ഞ പോലെ ജേർണലിസത്തിൽ എല്ലാവരും പറയുന്ന ഒരു പ്രയോഗമാണ്, ജേർണലിസം എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം, ഇമ്പാർഷ്യൽ ആയിരിക്കണം. തീർച്ചയായും അൺബയസ്ഡ് ആണ്, ഇമ്പാർഷ്യലാണ്, ഒബ്ജക്റ്റിവിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ജേർണലിസത്തിൻ്റെ ഒബ്ജക്റ്റിവിറ്റി വിലയിരുത്തുക? ജേർണലിസം എന്ന് പറയുന്നത് ഒരു വശവും പിടിക്കാത്ത ഒരു വാർത്ത കൊടുക്കലാണോ ജേർണലിസം? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു പക്ഷമുണ്ട്, ആ പക്ഷം ശരിയുടെ പക്ഷമാണ്. ശരിയുടെ പക്ഷം എങ്ങനെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നിടത്താണ് നിങ്ങളിലെ ജേർണലിസ്റ്റിനെ നിങ്ങൾ തിരിച്ചറിയുന്നത്. പഴയൊരു പ്രയോഗമുണ്ട്, ജേർണലിസത്തെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം,
പുറത്ത് മഴ പെയ്യുന്നു എന്ന് ഒരാളും മഴ പെയ്യുന്നില്ല എന്ന് രണ്ടാമത്തെ ആളും പറയുമ്പോൾ ഇപ്പോഴത്തെ പല ജേർണലിസത്തിലും ഏറ്റവും ബാലൻസ്ഡ് ആയ അപ്രോച്ചിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അനിൽ സെഡ് ഇറ്റ്സ് റെയിനിങ് ഔട്ട് സൈഡ്, മറ്റൊരാൾ പറയും അല്ല ഇറ്റ്സ് നോട്ട് റെയിനിങ് ഔട്ട് സൈഡ് മീൻ വൈൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരുടെയും പക്ഷം കൊടുക്കുകയാണ്. അത് രണ്ടുമല്ല, നിങ്ങൾക്ക് പുറത്തിറങ്ങി നോക്കുകയും ചെയ്യാം. അങ്ങനെ മൂന്നാമത്തെ ഒരു വശം കൂടെയുണ്ട്, മൂന്നാമത്തെ ഒരു സ്കോപ്പ് കൂടെയുണ്ട്. BRP വിശ്വസിക്കുന്നതും അത്തരം ഒരു കാര്യത്തിലാണ്. ശരിയുടെ ഒരു പക്ഷം നിൽക്കുക, നിങ്ങൾക്ക് പക്ഷമുണ്ട്, ആ പക്ഷം ശരിയുടെ പക്ഷമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു BRPയുടെ കാലഘട്ടത്തേക്കാൾ ഇപ്പോഴുള്ള ഒരു ഏറ്റവും വലിയ വ്യത്യാസം, അന്ന് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ശരികളെ ഐഡൻറ്റിഫൈ ചെയ്യുക റിലേറ്റീവ്ലി എളുപ്പമോ, അല്ലെങ്കിൽ നിങ്ങൾ ശരികളുടെ കൂടെ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ പക്ഷം മനസ്സിലാക്കാൻ എളുപ്പമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഞാനുൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്, നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ശരികളുണ്ട്, നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് വാർത്തകളുണ്ട്. ഇൻഫാക്ട് ഞാൻ നേരത്തെ പർവ്വചേച്ചി ഏഷ്യാനെറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുന്നേ ഇൻഫാക്ട് ഇവിടെ ഇരുന്ന് ഞാനൊരു വാർത്ത ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചാനലിൽ ഇന്ന് വൈകുന്നേരം 3:30 പോകുന്ന ഒരു വാർത്തയാണ്, കേരളത്തിൽ നിന്ന് MP ആയ ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം കേന്ദ്രമന്ത്രിയാകുമെന്ന് തീരുമാനിച്ചു, കേന്ദ്രമന്ത്രി ആകില്ല എന്ന് പറഞ്ഞ് രാവിലെ ഒരു വാർത്ത കൊടുക്കുന്നു. എന്നിട്ട് വൈകുന്നേരം ഒരു ചാനലിൽ പോവുകയാണ്, അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം നിലനിർത്തും, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന സ്ക്രോള് AK സെൻറ്ററിലായിരുന്നു കൂടിക്കാഴ്ച. അപ്പം ഞാൻ കൊള്ളാമല്ലോ, സുരേഷ് ഗോപി AK സെൻറ്ററിൽ വന്ന് കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ അത് വലിയ വാർത്തയാണല്ലോ. ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ജേർണലിസത്തിൻ്റെ പ്രഷർ അത്രയേറെയാണ്. നിങ്ങൾക്ക് ആദ്യം വാർത്ത കൊടുക്കണം, ആദ്യം കൊടുക്കുന്ന വാർത്ത തന്നെ നിങ്ങൾക്ക് ശരിയായി കൊടുക്കണമെന്ന് എൻഷുർ ചെയ്യാനുള്ള ഒരു സമയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് വാർത്ത കൊടുത്തേ പറ്റൂ. ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, ഒരു പ്രിന്റ് ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് വൈകുന്നേരം വരെ കിട്ടുന്ന സമയം എൻ്റെ പല വിഷ്വൽ മീഡിയയിലെ സുഹൃത്തുക്കൾക്കും കിട്ടുന്നില്ല. കാരണം 10 മണിക്ക് അസംബ്ലി തുടങ്ങി 10 മണിക്ക് റോജി എം ജോൺ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ആകട്ടെ, കൈരളി ആകട്ടെ, മനോരമ ആകട്ടെ, മാതൃഭൂമി ആകട്ടെ, 24 ആകട്ടെ, ഇവർക്കെല്ലാം വാർത്ത കൊടുത്തേ പറ്റൂ. ഇവർ ഈ 10 മണിക്ക് പറയുന്ന വാർത്ത രാത്രി 10 മണിക്ക് നിങ്ങൾ ചാനൽ തുറന്ന് നോക്കുമ്പോൾ ഈ റിപ്പോർട്ടർ അവിടെ നിന്ന് ഇതേ വാർത്ത പറയുന്നുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് ഒരേ കാര്യം ആവർത്തിച്ച് പറയണം. ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിൽ പുതിയതായി എന്തെങ്കിലും എലമെൻസ് കൊണ്ടുവരണം. അപ്പോൾ നമ്മളോടൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അന്നേരം എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും അറിയാവുന്ന ഡെവലപ്മെൻറ്റ്സ് പറയുന്നു, അത് വീണ്ടും വാർത്തയാകുന്നു. ഈ കടുത്ത പ്രഷറിന് ഇടയ്ക്ക് നിന്ന് ഒരുപാട് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന്, നമുക്കറിയാം നമ്മുടെയൊക്കെ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു TV-യും ക്യാമറയും ന്യൂസ് പേപ്പറും ഒക്കെയാണ്. ഒരുപാട് വാർത്തകളുടെ ഒരു തള്ളിച്ചയിൽ എന്താണ് ശരി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് ഇന്നത്തെ എല്ലാ ജേർണലിസ്റ്റുകളും ഫേസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിന്ന് വാർത്ത കണ്ടെത്തുക, ഈ വാർത്തയിൽ എന്തൊക്കെയാണ് ശരിക്കും റൈറ്റ് പൊസിഷൻ അല്ലെങ്കിൽ റൈറ്റ് സ്പേസ് ഡിസർവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക, അത് ഫോളോ ചെയ്യുകയാണ്. ഒരുപക്ഷെ BRPയിൽ നിന്ന് അന്ന് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. BRPയുടെ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം വളരെ പ്രഗത്ഭനായ പത്രപ്രവർത്തകനായിരുന്ന ഇടത്തട്ട നാരായണൻ്റെ പത്രാധിപത്യത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇദ്ദേഹത്തിനെ കാണാനായിട്ട് നമ്മുടെ നാണപ്പൻ MP നാരായണപിള്ള പോകുന്നതും. MP നാരായണപിള്ള ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ചോദിച്ചു, എന്തായിരുന്നു ഇടത്തട്ടയോട് സംസാരിക്കുന്ന കേട്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇടത്തട്ട പറഞ്ഞു, ഏറ്റവും തിരക്ക് പിടിച്ച സമയമാണിത്, ഈ സമയത്ത് വന്ന് റിപ്പോർട്ടറെ ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പോലെ നമ്മുടെ കാലഘട്ടത്തിലെ ജേർണലിസ്റ്റുകളൊക്കെ ശരിയെന്ന് പറയും. പക്ഷേ BRP ചെയ്ത അതല്ല. BRP അപ്പോൾ തന്നെ പോയിട്ട് റെസിഗ്നേഷൻ എഴുതി കൊടുത്തു, എന്നിട്ട് സ്ഥലം കാലിയൊക്കെ ചെയ്ത്. അപ്പോൾ പിറ്റേ ദിവസം BRPയെ തിരിച്ചു കൊണ്ടുവരാനുള്ള കോംപ്രമൈസ് ടോക്സ് ഒക്കെ നടക്കുന്നുണ്ട്. കോംപ്രമൈസ് ടോക്സ് വളരെ റെയറായ ഒരു സമയത്ത് നടക്കുകയാണ്. അപ്പോൾ ഇടത്തട്ട പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ഹി ലീവ്സ് നോ റൂം ഫോർ കോംപ്രമൈസ്. കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പും ഇല്ലാതെയാണ് ഈ മനുഷ്യനെ ഈ പരിപാടി കാണിക്കുന്നത് എന്നാണ്. അത്തരം ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാതിരുന്ന ഒരു പത്രപ്രവർത്തകന്, എൻ്റെയൊക്കെ ട്രൈബിൻ്റെ ആദിമ രൂപമായിരുന്ന, ഇപ്പോഴും ഞങ്ങൾക്ക് മാർഗദർശിയായിരിക്കുന്ന ഒരു മനുഷ്യന്, ജേർണലിസ്റ്റ് എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യന് അദ്ദേഹത്തിനെ അറിയാൻ കഴിഞ്ഞത് വലിയ കാര്യം, അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞ വലിയ കാര്യം. അദ്ദേഹത്തെ നമ്മൾ അനുസ്മരിക്കുന്നു എന്നുള്ളത് ആ മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ആദരവാണെന്ന് കരുതുന്നു. നന്ദി.